ദൈവത്തിന്റെ പരിശുദ്ധമായ വാഗ്ദാനങ്ങള് നമ്മള് എത്രത്തോളം വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയും നമ്മുടെ നയിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ബലം അല്ലെങ്കിൽ കരുതൽ സംരക്ഷണമൊക്കെ നമുക്ക് വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ അല്ലെങ്കിൽ കണ്ടറിയുവാൻ രുചിച്ചറിയുവാൻ തൊട്ടറിയുവാനൊക്കെ ദൈവം ഇടയാക്കും. എങ്കിലും ഈശോ പറയുന്ന ഇസ്രായേൽ ജനങ്ങള് മുമ്പിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ഈശോ ഈ ഭൂമിയിൽ നടത്തിയിരിക്കുന്നത് അല്ലെ. ഇസ്രായേൽ അതെ അതെ ജനങ്ങളുടെ അതായത് ഇസ്രായേൽ ജനങ്ങൾ നമുക്ക് തന്നെ ഇപ്പോൾ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ളത്രം ഒരു ധ്യാന കേന്ദ്രങ്ങളോ ശുശ്രൂഷകളോ വചന പ്രഘോഷകരോ ലോകത്ത് വേറെ എവിടെയും ഇല്ല. ഇല്ല ഉണ്ടോ? ആ ഇല്ല ഇല്ല ഇല്ല. ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന എന്ന് വെച്ചാൽ ദൈവത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു ജനമാണ്. പക്ഷെ ഇതിലൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ജനത്തിന്റെ പ്രശ്നം അല്ലെ. അതെ ദൈവത്തോടുള്ള സ്നേഹത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലാത്ത ഒരു സമൂഹമായി നിലകൊള്ളുമ്പോഴാണ് പിശാചിന് നമ്മളെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും ഭയപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നത്. ഇപ്പൊ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന പ്രതിസന്ധികളെ നമുക്ക് നേരിടാൻ സാധിക്കും. കാരണം നമ്മളെ നയിക്കുന്ന ദൈവമാണല്ലോ. പക്ഷെ ഇസ്രായേൽ ജനങ്ങൾക്കുണ്ടായിരുന്നത് പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം ഈ ഇസ്രായേൽ ജനങ്ങൾ തന്നെയായ കേരളത്തിലുള്ള ഓരോ മക്കൾക്കും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളെ മറ്റു ദേശങ്ങളെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്രയോ സേഫാണ്, വളരെ സേഫാണ്. പക്ഷെ ഒരു എന്താണ് ഞാണിന്മേക്കളി പോലെയാണ് കേരളം ഇപ്പോ ദൈവത്തിനെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് നമ്മളിരിക്കുന്ന കൊമ്പ് തന്നെ വെട്ടിമുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അപകടം അല്ലെങ്കിൽ ജീവഹാനി അത് ദൈവത്തിന്റെ എന്താ ദൈവം നീതി കാണിക്കാഞ്ഞിട്ടാണോ നമ്മൾ അങ്ങനെ അനുഭവിക്കാണ്ടിയാവുന്നത്? അല്ല അല്ല. അല്ല അല്ല, അല്ല ദൈവത്തോട് മത്സരിക്കുന്നത് കൊണ്ടാണ് അല്ലെ. ഇപ്പൊ അതെ നമുക്കിപ്പോ ഓരോ ദിവസവും ഓർത്താൽ മതി ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ എത്ര വലുതാണ്. പക്ഷെ ദൈവത്തോട് ആരാ കരുണ കാണിക്കുന്നത്? നമ്മൾ വ്യക്തി ജീവിതങ്ങൾ കാണിക്കുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങൾ ഇല്ല. കാണിക്കുന്നുണ്ടോ? സമൂഹങ്ങൾ കാണിക്കുന്നുണ്ടോ? സഭ കാണിക്കുന്നുണ്ടോ? എല്ലാവരും സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഭക്തി മാത്രം, സെൽഫിഷ് ആയിട്ടുള്ള, അതായത് സ്വാർത്ഥ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപാധിയായി ഉപകരണമായി അല്ലെങ്കിൽ അത് സ്വാധീനിക്കുന്ന ഒരു ശക്തിയെ ആയി ജീവിക്കുകയാണ് അങ്ങോട്ട്. അപ്പൊ എന്ത് സംഭവിക്കാം? പിശാച് നമ്മളെ അരിഞ്ഞു വീഴ്ത്ത, അതായത് പൂർണ്ണമായ ഒരു സറണ്ടറിങ് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ആരാധന, പൂർണ്ണമായ ഒരു സ്നേഹബന്ധം, പൂർണ്ണതയില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഒരു അപൂർണതയിൽ കൂടി പിശാചിന് നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മളുടെ ഹൃദയത്തിലെ വ്യാപാരങ്ങൾ വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ നമ്മുടെ മുഖഭാവം, നമ്മുടെ ആവശ്യം, നമ്മുടെ ലക്ഷ്യം ഒക്കെ മനസ്സിലാക്കാനായിട്ട് അവനറിയാം. കാരണം എന്താണ്? അവന് നമ്മുടെ ഹൃദയത്തെ വായിച്ചറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പ്രവൃത്തികള്, നമ്മുടെ സംസാരങ്ങള്, നമ്മുടെ നോട്ടങ്ങള് എല്ലാം, ചില മനുഷ്യര് വർത്തമാനം പറയുമ്പോ കൂടെ നിൽക്കുന്നവരെ ഇങ്ങനെ അവര് കാണാതെ തന്നെ എന്താണ് കളിയാക്കും, അല്ലെങ്കിൽ പുച്ഛിക്കും. അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴൊക്കെ ചിലപ്പോ പുച്ഛിക്കുന്ന ആള് ചിലപ്പോ വ്യക്തമായി കാണുന്നില്ലായിരിക്കാം. അപ്പോ എന്ത് സംഭവിക്കുന്നത്? ഈ കാണിക്കുന്ന എല്ലാ പ്രവൃത്തിയും പിശാച് കാണുന്നുണ്ട്. ഇല്ല, എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അതില് കൂട്ടുകാരൻ പ്രാങ്ക് ചെയ്തതാണ്. അപ്പൊ ആ കൂട്ടുകാരൻ എന്റെ ഫോൺ എടുത്തിട്ട് ഒരു ലേഡിയെ വിളിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട് ഒരു ആക്സിഡന്റ് ആയി, എത്രയും വേഗം ഹോസ്പിറ്റലിലോട്ട് വരണം, സിറ്റി ഹോസ്പിറ്റലിലോട്ട് വരണമെന്നും പറഞ്ഞൊരു കോൾ ചെയ്യണം. അപ്പം ഈ വ്യക്തി, ഈ പ്രാങ്ക് ചെയ്യുന്ന ആൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ പ്രാങ്ക് ആണ്. അപ്പൊ വിളിച്ചു പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിളിച്ചു പറയുന്നത്. അപ്പോ അവര് ഈ ബെസ്റ്റ് ഫ്രണ്ട് പറയും, ഓ എനിക്കിപ്പോ സമയമില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ ഈ ഫ്രണ്ട് ഇരുന്ന് കേൾക്കുകയാണ്. അപ്പൊ ഈ കോള് വന്നത് കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കുന്ന വേറൊരു ഫ്രണ്ട് ഉണ്ട്. അയാള് ഇത് കേൾക്കുന്നുണ്ട്. അയാൾ ഇത് കേൾക്കുമ്പോ
അയാള് ശരിക്കും പറഞ്ഞ ഈ ഈ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന പ്രാങ്ക് ചെയ്യുന്ന ആള് തഴഞ്ഞിട്ടേക്കാണ്. ഇയാള് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുന്ന ആളാണ്. ആഹ് എനിക്കിപ്പോ സൗകര്യം നേരമില്ല, എനിക്ക് വേറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ ഒഴിവാകുന്നത്. വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ട്. പക്ഷെ കേട്ട് നിൽക്കുന്ന ആ വ്യക്തി അയാളുടെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷെ ഇയാൾക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിടാൻ പറ്റിയിട്ടില്ല. അയാൾ എപ്പോഴും കുറ്റം പറയുകയും അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇയാൾ ഓടിക്കതച്ച് വരികയാണ്. ഓടിക്കതച്ച് വന്നിട്ട് എന്താ സംഭവിച്ചത്, എന്താന്ന് ചോദിക്കുന്നത്. ചോദിക്കുമ്പോ എന്താന്ന് ചോദിക്കുമ്പോ ഈ വിളിച്ച ലേഡി പറയും, ഇത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് പറയും. ഇയാൾക്ക് അങ്ങോട്ട് ദേഷ്യവും സങ്കടവും വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അയാള് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. കാരണം എന്റെ ഫ്രണ്ടിന് എന്താ അപകടം പറ്റിയെന്നത് അയാൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതിയിരിക്കുന്ന ആൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. കേട്ട് നിന്ന ആൾക്ക് ഭയങ്കര വിഷമിച്ച് അയാള് ഓടിക്കതച്ച് തന്നെയാണ്. അപ്പൊ ആരാണ് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്, ആരാണ് നമ്മളുടെ മുമ്പിൽ കാണുന്ന പ്രവൃത്തിയും സ്നേഹവും പ്രകടനങ്ങളെല്ലാം എത്രത്തോളം കപടതയുണ്ടെന്ന് നമ്മൾക്ക് പോലും അറിയില്ല. നമ്മളുടെ മുമ്പിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ പലവിധ ഒട്ടും തന്നെ നമ്മളോട് സ്നേഹമില്ല, ഒട്ടും തന്നെ നമ്മളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, വിശ്വസ്തതയില്ല, എന്താണ് അതുപോലെ ഒരു നന്മ, നമ്മളിൽ ഒരു നന്മ കാണുന്നത് അവർക്ക് സന്തോഷമില്ല എന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് ജീവിത സാഹചര്യങ്ങൾ കൂടിയുള്ള അനുഭവങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഈ ഭൂമിയിലെല്ലാം മനസ്സിലാക്കി എല്ലാം ദൈവത്തിന് മാത്രമേ എന്നെ വ്യക്തമായിട്ട് അറിയൂ, ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ, ദൈവത്തിന് മാത്രമേ എന്റെ വേദനയുടെ മേല് എന്തെങ്കിലും സഹായത്തിനോ കരുണയ്ക്കോ കരുതലിനോ ശക്തിയുള്ളൂ എന്നുള്ള തിരിച്ചറിവോടുകൂടി ആയിരിക്കുമ്പോഴാണ് മനുഷ്യന് അവന്റെ നിസ്സഹായതയും അവന്റെ അവന്റെ കുറവുകളും ബലഹീനതകളും അറിഞ്ഞിട്ടും ദൈവം എന്നെ എത്രമാത്രം, ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ. ഈ രണ്ടാമത് കേട്ട വന്ന ആ ഫ്രണ്ടിനെ പോലെയാണ് ദൈവം. ദൈവത്തിന് എപ്പോഴും സെക്കൻഡ് സ്ഥാനം അല്ലെങ്കിൽ സ്ഥാനമേ കൊടുക്കാതെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നു. പക്ഷെ ഓടിക്കതച്ച് വന്ന ഒരു സ്നേഹത്തിന്റെ അപ്പനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ ദൈവം വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വിചാരിക്കാതെ, നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത ഒരു വ്യക്തി നമ്മളെ സഹായിക്കാൻ വരുന്നതായിട്ട് ഈശോ വഴി വരുന്നതാണ്. ദൈവം നമ്മൾ സൃഷ്ടിച്ച, നമ്മൾ തഴഞ്ഞിട്ടിരിക്കുന്ന ആരാണോ അവരിൽ കൂടിയാണ്. അതുകൊണ്ടാണ് അടുത്തുള്ള ശത്രുക്കൾ, എന്താ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അകലെയുള്ള മിത്രത്തെക്കാളും അടുത്തുള്ള അതായത് ശത്രുക്കളാണെന്ന്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവമാണ് ഏറ്റവും വലിയ ശത്രുവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതായത് ദൈവകാര്യം പറയുമ്പോ തന്നെ എന്താ, കഴിഞ്ഞ ദിവസം ഞാനൊരു വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ എന്റെ ഏറ്റവും അടുത്തുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ ഞാനിങ്ങനെ ഓരോ കാര്യം പറഞ്ഞപ്പോഴേക്കും വേറൊരു ബസ് വന്നു. അപ്പൊ പുള്ളി പറഞ്ഞ എന്നോട്, ഞാനിവിടെ വണ്ടി നിർത്താം, ഈ ബസ്സിൽ കയറി പോയിക്കോന്നു. അത്രമാത്രം ദൈവകാര്യം പറയുമ്പോ അത്രമാത്രം താല്പര്യമില്ല. അതെ, ദൈവകാര്യം പറയുമ്പോ നമ്മൾ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാണ്, എങ്ങനെയെങ്കിലും ഒഴിവാക്കുകയാണ്. അപ്പൊ ഈ ഏറ്റവും ഉള്ളില് ഏറ്റവും തൊട്ടുരുമ്പി നിൽക്കുന്ന ദൈവത്തെ ഒന്ന് തൊട്ടറിയാനുള്ള അവസരങ്ങൾ എത്രയോ സമയങ്ങളിൽ ദൈവം നമുക്ക് തരുന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം ലോകത്തിന്റെ കൂടാരങ്ങളിൽ ടെൻഡടിച്ചു പോയി. അതുകൊണ്ടാണ് ദൈവകാര്യങ്ങളോട് കേൾക്കാനോ സ്വീകരിക്കാനോ മനസ്സില്ലാതെ പോകുന്നത്. അറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ബേസി പോലീസ് വായിക്കും, വേഗം വായിച്ചോ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു.
നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ മറിയത്തിന് സ്തോത്രഗീതി പറയാണ്, അവിടുന്ന് തന്റെ ശക്തി ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. നമ്മളൊന്ന് വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ മതി. ദൈവം ഒരു ദിവസം തന്റെ ശക്തിയുടെ സംഹാര ദൂതനെ ഒന്ന് അയച്ചു. ഞാൻ ഇന്നലെ വായിച്ചത് എസെക്കിയേലിന്റെ 9-ാമത്തെ അധ്യായമാണ്. അതില് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എസെക്കിയേൽ 9 വായിക്കാവോ? പെട്ടെന്ന് വായിക്കാവോ? എസെക്കിയേൽ 9-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനമാണ്. അവിടുന്ന് അവരോട് കൽപ്പിച്ചു, ഈ ആലയത്തെ അശുദ്ധമാക്കുക, അങ്കണങ്ങളെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക, മുന്നേറുക. അവ മുന്നേറി നഗരത്തിൽ സംഹാരം നടത്തി. ഇത് എസെക്കിയേൽ പുസ്തകത്തിലാണ്. ഇതില് അതില് 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ജെറുസലേം പട്ടണത്തിനുള്ളിൽ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. ഇത് വലിയ ഒരു അതായത് മറ്റുള്ളവരുടെ നന്ദിയില്ലാത്ത ജീവിതം, നമ്മളുടെ തന്നെ നന്ദിയില്ലാത്ത ജീവിതം, ദൈവഭയമില്ലാത്ത ജീവിതം, വിശ്വാസമില്ലാത്ത ജീവിതം ഒക്കെ കണ്ട് അതായത് ഞാനിപ്പോ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ പണ്ട് പള്ളിയിൽ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പുറത്ത് അവസാനം ആദ്യം പോകുന്ന ഒരു വ്യക്തിയെ ആയിരുന്നു അന്ന്. പക്ഷെ അന്ന് എന്താണ് ദൈവം എന്ന് പോലും അറിയില്ല. വെറുതെ ഒരു ആചാരവെടി പോലെ ഞായറാഴ്ചകളില് പള്ളിയിൽ പോയില്ലെങ്കിൽ കീറാണ്. അപ്പോ അത് പേടിച്ചിട്ടാണ് പള്ളിയിലോട്ട് ഓടി വന്നത്. അല്ലാതെ നമുക്ക് ഭയമോ സ്നേഹമോ ഭക്തിയോ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ പക്ഷെ ഇത് പറഞ്ഞു തരാനോ അതിനൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് അന്ന്. പക്ഷെ വളരെ അതായത് മനസ്സ് ഒരു തരം മരുഭൂമിയെ പോലെയാണ്. ഒരു തുള്ളി പോലും വെള്ളം കിട്ടും. അതായത് ദൈവകാര്യങ്ങളെ കുറിച്ച് അറിവില്ലാത്ത ഒരു വ്യക്തി മരുഭൂമിയിൽ അലയുന്ന ഒരു നിസ്സഹായതയുടെ അവസ്ഥയാണ്. അല്ലെ, ദൈവത്തെ കുറിച്ച് അറിവ് കിട്ടാത്ത ഒരു വ്യക്തി. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും വേദനയാണ്, നിന്ദനമാണ്, അപമാനങ്ങളാണ്, ഒറ്റപ്പെടുത്തലുകളാണ്, അവഗണിക്കപ്പെടുക. കാരണം എന്താണ്? നമ്മളെ അവഗണിക്കുന്നോ അതനുസരിച്ച് നമ്മൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലെ, നമ്മളെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് ആരെയാണ്? സ്വീകരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുന്ന അനുസരിച്ച് നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വീകരിക്കപ്പെടും. നമ്മളെ എതിർക്കാൻ ആളുകളുണ്ടാവും, പക്ഷെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കാരണം എന്താണ്? നമ്മളുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് ദൈവം. അല്ലെ, ശത്രുക്കൾ അന്നുകൊണ്ട് പക്ഷെ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മള് സ്ട്രോങ് ആയി, നമ്മൾ സ്ട്രെങ്തൻ ആയി. അപ്പൊ ഇതാണ് ഈ ഒരു തിരിച്ചറിവിൽ കൂടിയാണ്, അതായത് നമുക്ക് നമ്മുടെ മക്കളെ ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത്, കുടുംബ ബന്ധങ്ങളെ ഓർത്ത്, സമൂഹങ്ങളെ ഓർത്ത്, ഇടവകകളെ ഓർത്ത്, സഭകളെ, സഭാധികാരികളെ ഓർത്ത് നമുക്കൊരു വേദനയാണ് എന്നും. രാഷ്ട്രീയത്തില്, അധികാരത്തില്, സമൂഹത്തിലൊക്കെ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ ജീവിതങ്ങള്, നമ്മളുടെ തന്നെ ജീവിതങ്ങള്, എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവായ ദൈവത്തെ ഒഴിവാക്കി ബാക്കിയെല്ലാം വെട്ടിപ്പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം. ഈ ശ്രമം എല്ലാ മനുഷ്യർക്കും അപകടമാണ്. അതിപ്പോ ജാതി മതവും ഭേദമൊന്നുമില്ല. കാരണം ഒരു സൃഷ്ടി എങ്ങനെ ഉണ്ടായതെന്ന് ആ സൃഷ്ടിക്ക് പോലും അറിയില്ല. ആ സൃഷ്ടി യഥാർത്ഥ സത്യം തിരിച്ചറിയുന്നത് ഈ സൃഷ്ടാവിൽ കൂടിയാണ്. സൃഷ്ടാവിനെ അറിയുമ്പോൾ നമുക്ക് എന്തായാലും ആ സൃഷ്ടാവിന്റെ സ്വാധീനം നമുക്ക് ഉണ്ടാവും. അതിപ്പോ അതാണ് നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം. അതായത് നമ്മുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എപ്പോഴും പ്യുവർ സോളാണ്. ആ സോളിന് അപകടം വരുമ്പോഴാണ് നമുക്ക് വെറുപ്പ്, അഹങ്കാരം, അഹന്ത പ്രവൃത്തികളൊക്കെ, വഞ്ചനയും കപടതയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് അങ്ങോട്ട് മുങ്ങിത്താഴുകയാണ്. അപ്പോ ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, അതായത് ദൈവത്തിന്റെ മക്കളുടെ നഗരത്തിലൂടെ കടന്നു പോവുക. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർക്കുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അപ്പോ നമ്മൾ എല്ലാവരുടെയും നെറ്റിയിൽ എന്താ ഉള്ളത്? എല്ലാം ഉണ്ടോ? കാണാത്തൊരു വലിയൊരു
എന്താണ് സ്റ്റാമ്പിങ് കുരിശടി ഉണ്ട്. എന്താണത്? കുരിശടയാളം കുരിശടയാളം കുരിശ് നമ്മൾ ആരും തുടച്ചാലും തൂത്താലും പോകാത്ത ഒരു സ്റ്റാമ്പിംഗ് ആണ് എന്ത് മാമോദിസ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന മുദ്ര. ഈ മുദ്ര എന്താണ്? അത് കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. ഈ ഈ ഒരു അനോയിന്റിങ് എന്താണ് വില കൊടുത്ത് വിശുദ്ധിയിലും ദൈവകൃപയിലും നിലനിർത്തിയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോ വെറും ഒരു മനുഷ്യനാണ്. പക്ഷെ പിശാച് നോക്കുമ്പോ ഇവള് ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ, ഇവള് ദൈവത്തെ വെറുക്കുന്നവനാണോ എന്ന് വ്യക്തമായിട്ട് പിശാചിനറിയാം, ദൈവത്തിന്റെ ദൂതന്മാർക്കും അറിയാം. അപ്പൊ ഇവിടെയാണ് ഈ അടയാളത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ പലരോടും നമ്മൾ പറയുന്നത്, ഈ സ്വാധീനം, ലോകത്തിന്റെ സ്വാധീനം നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോ എന്താണ് ടാറ്റു കുത്തുന്നു, പിന്നെ എന്താണ് പൊട്ട് കുത്തുന്നു, പിന്നെ എന്തൊക്കെ അഭ്യാസങ്ങൾ ശരീരത്തിൽ നടത്താവോ അതെല്ലാം ചെയ്യുന്നു. ഇതിനെല്ലാം ചോദ്യങ്ങൾ വരുമ്പോ അവനവന് തന്നെ നിലനിൽക്കാൻ പറ്റാത്ത വിധം അപകടം അവനെ പിടികൂടും. അപ്പം ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളം ഇടുക, അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു, അവന്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച സംഹാരം തുടങ്ങുവേൻ. നിങ്ങളുടെ കണ്ണിൽ എന്തുണ്ടാവരുതെന്ന് പറയണത്? അലിവുണ്ടാവരുത്. കരുണ കാണിക്കരുത്. ദൈവം തന്നെയാണ് ഇത് പറയണത്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ അലിവുണ്ടാവരുത്, കരുണ കാണിക്കരുത്. വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ. എന്നാൽ അടയാളം ഉള്ളവരെ ആരെയും തുടരുത്. എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ. അതായത് പുറമേ ഉള്ള വിജാതിയരുടെ ഇടയിൽ പോയി ചെയ്യാനല്ല കർത്താവ് പറയണത്, ദൈവത്തിന്റെ ജനത്തിന്റെ നടുവിൽ തന്നെ. അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആലയത്തില്, അതായത് പുരോഹിതരുടെ ഇടയിൽ, അല്ലെങ്കിൽ ശ്രേഷ്ഠ ജീവിതം നിലനിർത്തിക്കൊണ്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തികളുടെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. ശ്രേഷ്ഠന്മാരിൽ തന്നെ, ആലയത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരിൽ തന്നെ ആരംഭിച്ചു. അവിടെ നിന്ന് അവരോട് കൽപ്പിച്ചു, ഈ ആലയത്തെ അശുദ്ധമാക്കുക, മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക, മുന്നേറുക. അവർ മുന്നേറി നഗരത്തിൽ സംഹാരം നടത്തി. അവർ സംഹാരം തുടരുകയും ഞാൻ ഒറ്റയ്ക്കാവുകയും ചെയ്തപ്പോൾ ഞാൻ കമിഴ്ന്ന് വീണ് നിലവിളിച്ചു. ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാം. വേദനയോടുകൂടി, ദൈവമേ ഇവർക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് വേദനയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇവർക്ക് ദൈവകരുണയെ കുറിച്ച് മനസ്സിലാവുന്നില്ലല്ലോ, ദൈവത്തെ അനുസരിക്കാനും ദൈവത്തെ ഭയപ്പെടാനും പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ വേദനയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എസെക്കിയേൽ പ്രാർത്ഥിച്ചതുപോലെ, അല്ലെങ്കിൽ എസെക്കിയേൽ നെടുവീർപ്പെട്ട പോലെ, ജെറമിയ നെടുവീർപ്പെട്ട് പ്രാർത്ഥിച്ചതുപോലെ ഉള്ള ഒരു അഭിഷേകമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോ എന്താ, ദൈവമായ കർത്താവെ, ജെറുസലേമിന് മേൽ അങ്ങയുടെ കോപം കോരിച്ചൊരിയുന്നതിനിടയിൽ ഇസ്രായേൽ അവശേഷിക്കുന്നവരെല്ലാം അങ്ങ് നശിപ്പിക്കുമോ? ഇതൊരിക്കലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു 3 പട്ടണത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചോദിച്ചു, കർത്താവെ അപ്പൊ ഞങ്ങളെയൊക്കെ കൊന്നുകളയോ എന്ന് ഞാനും ചോദിച്ചു. അത് കർത്താവ് ഭയങ്കര ഇതുപോലത്തെ ഒരു ഉഗ്രക്രോധം, സംഹാരതാണ്ഡം നടത്തും, ഞാൻ തീർച്ചയായിട്ടും നടത്തും. 3 സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ 3 സ്ഥലം എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു സൊദോം ഗൊമോറ സ്റ്റൈലിലുള്ള ജീവിത ശൈലിയാണ്. അതൊന്നിന്റെ സ്ഥലം തന്നെയാണ്. അപ്പോ അതുപോലെ തന്നെ 3 സ്ഥലങ്ങള്, അതുപോലെ തന്നെ വേറെ 2 സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ദൈവമേ അപ്പൊ ഞങ്ങളെയൊക്കെ എന്ത് ചെയ്യും, ഞങ്ങളെയും കുന്നുകളയോ ഈ കൂട്ടത്തില് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ വചനം എടുത്ത് വായിച്ചപ്പോഴൊക്കെ ഞാനും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ എന്റെ കർത്താവെ. അപ്പൊ ഈശോ പറയുന്ന ഒരു വചനഭാഗമാണ്, ഇസ്രായേൽ ഭവനത്തിന്റെയും യൂദയുടെയും അപരാധം അത്യധികമാണ്. ദേശം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പട്ടണം അനീതി കൊണ്ട് നിറഞ്ഞു. കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു, കർത്താവ് ഇതൊന്നും കാണുന്നില്ല എന്ന് അവർ പറയുന്നു. എന്നാൽ കണ്ണിൽ അലിവുണ്ടാവുകയില്ല, ഞാൻ കരുണ കാണിക്കുകയില്ല. അവരുടെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ തലയിൽ തന്നെ ഞാൻ വീഴ്ത്തും. പാർശ്വത്തിൽ എഴുത്ത് സാമഗ്രികളുള്ള ചണവസ്ത്രധാരി തിരിച്ചു വന്ന് പറഞ്ഞു, അങ്ങയുടെ കൽപ്പന ഞാൻ നിറവേറ്റി. മനസ്സിലായോ? ദൂതന്മാരുടെ എന്താണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാല്, ദൈവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.
നമ്മളൊക്കെ ഒരു കാര്യം ഒരാളെ ഒന്ന് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ എപ്പോഴും ഉന്തിയും തള്ളിയിരിക്കണം. പക്ഷെ ദൂതന്മാർ അങ്ങനെയല്ല. ഞൊടിയിടയിലാണ് കാര്യങ്ങൾ നടത്തി പാസ്സായി എല്ലാം ക്ലിയർ ഔട്ട് ആക്കി ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഉടനെ ചെന്ന് പറയും. അപ്പോ അത്രയും തീക്ഷ്ണതയാണ് ദൂതന്മാർക്ക്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ഈ ലോകത്തെ തുടച്ചു മാറ്റുവാൻ ശക്തിയുണ്ട്. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല എന്നത് അത് മനുഷ്യന്റെ ഒരു അധമ ചിന്തയില് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അപ്പൊ നമ്മള് എന്ത് ചെയ്താലും ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, ഇനിയിപ്പോ ഞാനും ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം എന്നുള്ള ധാരണയിലാണ്. നമുക്ക് എപ്പോഴടി വീണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഭുജം ശക്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ നിലനിൽപ്പില്ല. അവിടെ ദാനിയേലിനോട് പറയുന്നുണ്ട്, ജെറമിയോട് പറയുന്നുണ്ട്, നിനക്ക് ജീവൻ മാത്രം നിനക്ക് സംരക്ഷണം ഉണ്ടാവും. ബാക്കിയെല്ലാം മൊത്തം പ്രതിസന്ധികളായിരിക്കും, പക്ഷെ ജീവനിൽ മാത്രം നിനക്ക് സംരക്ഷണം ഉണ്ടാവും. ഇതുപോലെയാണ് നമുക്ക് പലപ്പോഴും ഒരു ഫ്ലഡ് വന്നു, ഭൂമികുലുക്കം വന്നു, പിന്നെ കൊറോണ വന്നു, ഇതെല്ലാം വന്നു പോയി. പക്ഷെ നമ്മളൊക്കെ ജീവനിൽ സംരക്ഷണം കിട്ടി. പക്ഷെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ജീവനോടുകൂടി ആയിരിക്കുന്നു എന്ന് മാത്രം, അല്ലെ? ഇപ്പോഴും നമ്മൾക്ക് ഹൃദയവേദനയോടുകൂടിയാണ് പല മേഖലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ദൈവത്തിന് നമ്മുടെ ഈ ഹൃദയവേദനയോടുകൂടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനായിട്ട് ദൈവത്തിന് സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് അമ്മ നമ്മളെ അറിയിക്കുന്നതുമായ ഈ അമ്മയുടെ ഈ സ്തോത്രഗീതത്തിൽ നമ്മളോട് പറയുന്നു. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മള് രാജ്യത്തെ നന്നാക്കാനും എല്ലാം നമ്മുടെ വീട് എല്ലാം നന്നാക്കാനായിട്ട് നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി ഇത് നടപ്പാക്കുക ഭയങ്കര പ്രയാസം. നമ്മളിപ്പോ പുറത്തുള്ള ഒരു 10 പേരോട് നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അതിലൊരാള് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയാമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട് പോയി നന്നാക്ക്, വീട്ടിലുള്ളവരെ നന്നാക്കുന്ന പറഞ്ഞാൽ നമ്മളവിടെ പരാജിതരാകും, അല്ലേ? അപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മുകളിലോട്ട് ദൈവമേ എല്ലാം നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് നമ്മള് നിസ്സഹായതയിലായി പോകും. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നമ്മളത് പിന്മാറിക്കഴിഞ്ഞാൽ അവിടെ ഇടിച്ചു കയറാനായിട്ട് പിശാച് വരും, അല്ലെ? ദുഷ്ടൻ വരും. നമ്മളങ്ങനെ നിരുത്സാഹപ്പെടുത്തുക, പിടിച്ചു വലിച്ച് പുറകിലോട്ടാക്കുക എന്നുള്ളത് പിശാചിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ നമ്മൾ കുതിച്ചു മുന്നോട്ട് തന്നെ പോവുക. ആരാണ് വിളിച്ചിരിക്കുന്നത്? യോശുവയോട് പറയുന്നുണ്ട്, എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറയുന്നത്, അല്ലെ? ശക്തനും ധീരനുമായിരിക്കുക എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ജെറമിയ പ്രവാചകനോട്, എസെക്കിയേലിനോട്, യെശയ്യായോട് എല്ലാം ദൈവമാണ് ഒരു കാര്യം ഏൽപ്പിക്കുന്നെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവല്ലേ? പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിക്കും. പുത്രൻ വളരെ ഈസി ആയിട്ടൊന്നല്ല ഈ ലോകത്ത് ജീവിച്ച് കടന്നു പോയത്. എങ്കിലും ഈശോ അത് ഫുള്ളായിട്ട് അത് പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞത്. നമുക്കും നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തില് ദൈവമേ മരണം വരെ നമ്മൾക്ക് ഈ നമ്മളെ കൊണ്ട് സാധിക്കുന്ന അധ്വാനങ്ങൾ വിശ്വസ്തതയും ആത്മാർത്ഥതയും പുലർത്തിക്കൊണ്ട് തന്നെ പൂർത്തീകരിക്കും. എന്നിട്ട് നമുക്ക് അവസാനം പറയാൻ പറ്റണം, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദൈവത്തിന് തന്നെ അറിയാലോ എല്ലാ കാര്യങ്ങളും, എല്ലാ മേഖലകളും, എല്ലാ അവസ്ഥകളും, എല്ലാ സാഹചര്യങ്ങളും അറിയാം. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതില് ദൈവമേ അത് പൂർത്തിയാണോ എന്ന് പോലും നമുക്ക് പറയാൻ അറിയില്ലെങ്കിലും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമില്ലെങ്കിലും നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു കൃപയാണ് പരിശുദ്ധമ്മയും ഈശോയും ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു തന്ന് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തിരിച്ചറിവോടുകൂടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പാപ്പ